മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ഈ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി വിലപ്പെട്ട സമയം കൊടുക്കുന്നില്ലേ? ത്യാഗം സഹിച്ചതിന് വന്നിരിക്കുന്നില്ലേ? ഇന്ന് വലിയ സൗഖ്യം നമുക്ക് തരാനാണ് പോകുന്നത്. നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും, നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും ഇന്നൊരു പ്രാർത്ഥന തരും. ആ പ്രാർത്ഥന ഏറ്റുചൊല്ലി, പല പ്രാവശ്യം ഏറ്റുചൊല്ലിക്കൊണ്ട് നിന്റെ രോഗം എന്താണോ അതിലേക്ക് കർത്താവിനെ ക്ഷണിക്കണം. ഈശോ തീർച്ചയായിട്ടും കടന്നു വരും. വചനം അയച്ചും വചനം പഠിപ്പിച്ചുമാണ് കർത്താവ് സൗഖ്യം നൽകുന്നത്. ഇന്ന് കർത്താവ് തരുന്ന വചനം ഏശയ്യയുടെ പുസ്തകം 55-ാം അധ്യായം 11-ാം വാക്യം. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കപ്പെട്ട കാര്യം വിജയപ്രദമായി ചെയ്യും. നിങ്ങൾ ഈ വചനം പല പ്രാവശ്യം കേട്ടു നോക്കുക. എന്തുകൊണ്ടാണ് ഫലം കിട്ടാത്തതെന്നറിയാമോ? നമ്മൾ വചനം പറയുന്നതിനേക്കാൾ മുമ്പ് ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന്, ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് വേണം വചനം കേൾക്കുവാനായിട്ട്. ഇന്ന് നമ്മൾ ഓരോ പ്രാർത്ഥനകൾക്കും യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് ഒരുമിച്ച് അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഓരോ രോഗികളുണ്ട്, പല തരത്തിലുള്ള രോഗികളുണ്ട്. അവരെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ ലോകമെമ്പാടുമുള്ള എല്ലാ ക്യാൻസർ രോഗികളെയും, എല്ലാ ഹാർട്ട് രോഗികളെയും, എല്ലാ കിഡ്നി രോഗികളെയും, നട്ടെല്ല് സംബന്ധമുള്ള രോഗങ്ങളെയും, കൂടെ കൂടെ പനി വരുന്ന രോഗങ്ങളിലേക്കും, പ്രഷർ ഷുഗർ രോഗികളിലേക്കും, ബുദ്ധിമാന്ദ്യമുള്ളവരിലേക്കും, തൈറോയിഡിന്റെ രോഗമുള്ളവരിലേക്കും, വാദസംബന്ധമുള്ള രോഗമുള്ളവരിലേക്കും, അസ്ഥി സംബന്ധമുള്ള രോഗങ്ങളിലേക്കും, നമ്മുടെ എന്ത് രോഗമാണോ ആ രോഗത്തിന്റെ ഒന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് കണ്ണുകൾ അടച്ച് കരം തുറന്നു പിടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി, ഹല്ലേലൂയ. വചനം അയച്ചും വചനം പഠിപ്പിച്ചും കർത്താവ് എല്ലാ രോഗികൾക്കും നീ സൗഖ്യം നൽകണമേ. കർത്താവ് എന്ത് രോഗമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നുവോ ആ രോഗപീഠകളെ പൂർണ്ണമായും അവിടുത്തെ ശക്തിയാൽ വിട്ടുപോകട്ടെ. കർത്താവെ, ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഇന്നത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തവരും ഇത് ഷെയർ ചെയ്യുന്ന എല്ലാ മക്കളിലും എല്ലാവിധ രോഗങ്ങളിലും വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.